അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ചേലാകർമ്മത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ഇമാം ബുഖാരി തന്റെ അദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിസരത്തെ ആളുകൾ ഫഖതനനി ഇബ്നു ഉമറ അന വനഈമൻ, എനിക്കും നഈമിന്റെയും ചേലാകർമ്മം ചെയ്തു ഞങ്ങളെ വാപ്പ. വദബഹ അലൈനാ കബ്ഷൻ, ഒരാടിനെ അറുക്കുകയും അതിലേക്ക് ആളുകളെ ആ സന്തോഷത്തിലേക്ക് ആ അടുത്ത വീട്ടിലെ കുട്ടികളെയും മറ്റുള്ളവരെയും ഒക്കെ വിളിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ഈ ഹദീസ് അദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചേലാകർമ്മം ചെയ്യുക. ഒരാൾ പുതുവിശ്വാസി ആയാൽ പോലും അയാളെ ചേലാകർമ്മം ചെയ്യപ്പെടണമെന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പെൺകുട്ടികളായാൽ പോലും ആരും വിഷമിക്കരുത് എന്നതാണ്. പെൺകുട്ടികളെ കാര്യത്തിൽ വിഷമിക്കുക കൊല്ലത്തിൽ നോക്കൂ നിങ്ങൾ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഭ്രൂണത്തെ നശിപ്പിക്കുക എന്ന സമ്പ്രദായം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ലക്ഷക്കണക്കായ ഭ്രൂണത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന രീതി ഇന്നും ലോകത്തുണ്ട്. പെൺകുട്ടികളാണ്. ചില ആശുപത്രിയിലൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ലിംഗനിർണയം ഇവിടെ നടത്തുകയില്ല, അത് കുറ്റകരമാണ്. എഴുതി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലിംഗനിർണയം ആശുപത്രിക്കാർ പലപ്പോഴും നടത്തി കൊടുക്കാറുണ്ട്. ആ ആശുപത്രിയിലേക്ക് മാസമായി കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി വിളിക്കലുണ്ട്. സ്കാൻ ചെയ്താൽ എന്ത് കുട്ടിയാന്ന് ചോദിച്ചാൽ ഉടനെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഏതായാലും ഇങ്ങനത്തെ രീതി ജനങ്ങളിലുണ്ട്. ഇത് വിശദമായി പറയുന്നത് പെൺകുട്ടികളെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചൊഴിവാക്കുന്ന ഒരു ശൈലി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നതാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ വർദ്ധിച്ച ധനപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ധനത്തിന്റെ പിന്നാലെ നിൽക്കുന്ന ഒരു സൊസൈറ്റി പെണ്ണുങ്ങളെ കൊണ്ട് കുടുങ്ങുമെന്നത് ശരിയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, പെൺകുട്ടിയാണെങ്കിൽ പോലും ആരും വിഷമിക്കരുത്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. സൂറത്തുൻ നഹലിന്റെ 58-59 വചനങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, അവർക്കാർക്കെങ്കിലും പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ലല്ല വജുഹുഹു മുസ്വദ്ദൻ, അവരെ മുഖം കറുത്തിരുണ്ടു പോകും. യതവാറ മിനൽ ഖൗമി, ജനങ്ങളിൽ നിന്ന് അവൻ ഓടി ഒളിക്കാൻ ശ്രമിക്കും. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, അതൊരു ചീത്തയായി അവൻ വിചാരിക്കും. അയുംസിക്കു അലാ ഹൂനിൻ, ഈ നിന്നതയോടുകൂടെ ഞാൻ അതിനെ പിടിച്ചു വെക്കണമോ, അം യദുസുഹു ഫിത്തുറാബി, അതിനെ മണ്ണിൽ അതിനെ പൂഴ്ത്തേണമോ, അതിനെ ജീവനോടെ കൊല്ലണമോ എന്നവർ ചിന്തിക്കും. ലാ സാഅ മാ യഹ്കുമൂൻ എന്ന ഇത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൈദൽ മൗഊദതു സുഇലത്, അന്ത്യനാളായി കഴിഞ്ഞാൽ വൈദൽ മൗഊദതു സുഇലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളോടൊക്കെ അല്ലാഹു തആല ചോദിക്കും, ബി ഐദം ബിൻ ഖുതിലത്, എന്ത് കുറ്റത്തിന് വേണ്ടിയാണ് നിന്നെ കുഴിച്ചു മൂടിയിരുന്നതെന്ന് ചോദിക്കുകയും അതിന്റെ ശിക്ഷ മാതാപിതാക്കൾക്ക് അഥവാ ഭ്രൂണഹത്യ നടത്തിയവരൊക്കെ ഇതിൽപ്പെടും. ഭ്രൂണഹത്യ നടത്തിയവരെ മുഴുവനും ഇങ്ങനെയുള്ള കുറ്റത്തിന് വിധേയമാക്കുകയും ചെയ്യും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കുക. ഖാലസ് ജാഅത്നി ഇംറഅത്തുൻ, നോക്കൂ ശ്രദ്ധിക്കണേ. ആയിഷ ബീവി പറയുന്നു, എന്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നു. വമഅഹാ ഇബ്നതാനി ലഹാ, ആ സ്ത്രീയുടെ കൂടെ 2 പെൺകുട്ടികളുമുണ്ട്. തസ്അലുനി, ഭിക്ഷ യാചിച്ചിട്ടാണ് വന്നത്. ഫലം തജിദ് ഇൻദി ഗൈറ തംറത്തിൻ, എന്റെ കയ്യിൽ ആകെ ഒരു കാരക്ക ഉണ്ടായിരുന്നുള്ളൂ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം പറയുന്നു, ഇതാ എന്റെ വീട്ടിൽ ഒരിക്കൽ ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും, അവരെ 2 ചെറിയ പെൺകുട്ടികളും കൂടെ ഉണ്ട്. ആ പെൺകുട്ടികളും ഭിക്ഷ യാചിച്ചു വന്നു. ഫലം തജിദ് ഇൻദി ഗൈറ തംറത്തിൻ, ആകെ ഒരു കാരക്ക എന്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഫഅതൈതുഹാ, ഞാൻ ആ കാരക്ക എടുത്ത് ഈ ഉമ്മാക്ക് കൊടുത്തു. ഫഖസ്സമത്ഹാ ബൈന ബിനതൈഹാ, അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, ഈ കാരക്ക കിട്ടിയപ്പോൾ ഒരു കാരക്ക പൊളിച്ചിട്ട് ബൈനബിനതൈഹാ, ഈ 2 പെൺകുട്ടികൾക്കും കൊടുത്തു. വലം തൗകുൽ മിൻഹാ, ഉമ്മ ഒന്നും തിന്നില്ല. സ്വഹീഹുൽ ബുഖാരിയ പറയുന്നത്. സുമ്മ ഖാമത്ത് ഫഖറജത്, ഇന്നത്തെ അവർ പോവുകയും ചെയ്തു. ഫദഖലൻ നബിയു, റസൂലുള്ളാഹി കയറി വന്നപ്പോൾ അദ്ദതു, ഈ മഹാത്ഭുതം ഞാൻ അവരോട് ഹബീബ നബിയോട് പറഞ്ഞു. ഉമ്മാന്റെ ഒപ്പം ഒരു ഭിക്ഷക്കാരിന്റെ ഒപ്പം 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു കാരക്കായിരുന്നു ആകെ ഇവിടെ ഉണ്ടായിരുന്നത്. അതങ്ങോട്ട് ആ വീടിന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. ഇതിലൂടെ അത് നമ്മൾ പഠിക്കണം. ഹബീബായ മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സ്വലാത്തിൽ ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇത് കേട്ടപ്പോ, ഈ വിഷയം കേട്ടപ്പോ ഹബീബ് പറഞ്ഞു, മനുബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ. നല്ലോണം ചിന്തിക്കണേ, ഇനിയുള്ളത് മറക്കരുത്. ആർക്കെങ്കിലും പെൺകുട്ടികളെ ലഭിച്ചാൽ ഫഅഹ്സന ഇലൈഹിന്ന, എന്നിട്ട് ആ പെൺകുട്ടികൾക്ക് അയാൾ നന്മ ചെയ്തു കൊടുത്താൽ കുന്നലഹുന്ന സിത്റം മിനന്നാർ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. മറക്കരുത്. ഇത് മറക്കാൻ പാടില്ലാത്ത ഹദീസാണ്. മനുഷ്യരെ, ഫെമിനിസ്റ്റുകളെ, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ഫെമിനിസ്റ്റുകളെ, ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഭ്രൂണഹത്യക്കെതിരെ എന്തു ചെയ്തു? നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾക്ക് പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ പെൺകുട്ടികൾക്ക് ഗുണം ചെയ്തു കൊടുത്തവരെ വളർത്തിയാൽ കുന്നലഹു സിത്റം മിനന്നാർ. ആ പെൺകുട്ടികൾ അയാൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാണെന്ന് മുഹമ്മദ് നബി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ആർക്കാ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ആർക്കാണ് ഇന്നത്തെ ആധുനിക ഫെമിനിസ്റ്റുകൾ പഠിപ്പിക്കുന്നത്? ആർക്കാ പഠിപ്പിക്കാൻ നിങ്ങൾ അർഹരാണ്? ഈ ഭ്രൂണഹത്യക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തു? ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞത്, ഒരാൾക്ക് പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ അയാൾക്ക് അസുലിമാരുണ്ടായാ മതി. കുന്നലഹു സിത്റം മിനന്നാർ. അതായക്ക് നരകത്തിൽ നിന്നുള്ള മറയാണെന്ന് മുഹമ്മദ് മുസ്തഫ. വേറൊരു ഹദീസ് കേൾക്കണോ? സ്വഹീഹ് മുസ്ലിം. മൻ ആല ജാരിയതൈനി, 2 പെൺകുട്ടികളെ ഒരാൾ പോറ്റി വളർത്തിയാൽ ഹത്താ തബ്ലുഗ, പ്രായപൂർത്തിയാവുന്നവരെ. ശ്രദ്ധിക്കണേ. 2 പെൺകുട്ടികളെ നമുക്കൊക്കെ ഉണ്ടല്ലോ, അല്ലാഹു തആല ഇനിയും തരട്ടെ. നമ്മുടെ പെൺകുട്ടികൾ നമുക്കുള്ള സ്വർഗമാണെന്ന് സ്വഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, പ്രായപൂർത്തിയാവുന്നവരെ പോറ്റി വളർത്തിയാൽ ഞാനും അവനും കഹാദാ, ഇതുപോലെയാണ് സ്വർഗത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. മുസ്തഫായ നബി ഇത് പറഞ്ഞുകൊണ്ട് തന്റെ വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയും ചെയ്തു. വേറൊരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം. മൻ ആല ജാരിയതൈനി, 2 പെൺകുട്ടികളെ ഒരാൾ പോറ്റി വളർത്തിയാൽ ഹത്താ തദ്റുക, പ്രായപൂർത്തിയാകുന്നവരെ, എങ്കിൽ ദഖൽതു അന വഹുവ അൽ ജന്നത കഹാതൈനി. ഈ ഹദീസ് ഒന്നും കൂടി കട്ടിയുള്ളതാണ്. ദഖൽതു അന വഹുവ, ഞാനും അയാളും സ്വർഗത്തിൽ കയറുക കഹാതൈനി. അപ്പോൾ 1ാം പീരിയഡിൽ തന്നെ അയാൾ ഉറങ്ങരുത്. ഇത് ഉറങ്ങേണ്ട വിഷയമല്ല. ഇത് നല്ലപോലെ ചിന്തിക്കണം. ഹബീബായ നബി പഠിപ്പിച്ചത് അയാൾ സ്വർഗത്തിൽ കയറുമെന്നല്ല. ദഖൽതു അന വഹുവ, ഞാനും അയാളും സ്വർഗത്തിൽ കയറുക കഹാതൈനി, ഇതുപോലെയാകും, ഇങ്ങനെയാകുമെന്ന് മുഹമ്മദ് നബി. അഥവാ അയാളുടെ തടിയെ നരകം സ്പർശിക്കുകയേ ഇല്ല. സ്വഹീഹ് മുസ്ലിം. ആരോ എവിടെയോ എഴുതിയതല്ല. ഇനി എന്താ മനുഷ്യരെ, ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടി എന്താ മുഹമ്മദ് നബി ചെയ്യേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം? പെണ്ണുങ്ങൾക്ക് ശരീരത്തിൽ ആത്മാവുണ്ടോ എന്ന് ചിന്തിച്ചിരുന്നു യൂറോപ്യന്മാർ ഒരു കാലത്ത്. പെണ്ണ് ജീവിയായി. ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗത്തിന്റെ കക്ഷികൾ എന്ന് പറയുന്നവരുണ്ടല്ലോ എന്നിവിടെ. 2000 ആണ്ടായപ്പോൾ വത്തിക്കാനിലെ പോപ്പിന്റെ മുമ്പിൽ പ്രധാനപ്പെട്ട കോടതിയിൽ ഉണ്ടായിരുന്ന കേസ് പെണ്ണിന് അനന്തര സ്വത്ത് കൊടുക്കണമോ എന്നായിരുന്നു. പെണ്ണിന് സമ്പത്ത് കൊടുക്കേണ്ടതുണ്ടോ? പെണ്ണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പെണ്ണിന് അനന്തര സമ്പത്ത് കൊടുക്കുകയും അതിന് പുറമെ ആ സമ്പത്ത് ചെലവഴിക്കാൻ പോലും സമ്മതിക്കാതെ അവളെ സംരക്ഷിക്കുകയും വേണമെന്ന് ഹബീബായ മുഹമ്മദ് നബിയും വിശുദ്ധ ഖുർആനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഇന്ന് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ഫെമിനിസ്റ്റുകൾ അത് ഗൗരവത്തിൽ ചിന്തിക്കണം. ഇന്ന് നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ചില പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ 2000 ആണ്ടിൽ വരെ ലോകം മുഴുവനും പെരുമ്പറ മുഴക്കിയ കേസ് നടന്നല്ലോ. പെണ്ണിന് ഈ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു മതവിഭാഗം ഇന്നും കോടതിയിൽ കേസാണ്. പെണ്ണിന് അനന്തര സ്വത്ത് കെട്ടിച്ചയക്കുന്നതോടുകൂടെ പെണ്ണിനുള്ള ബാധ്യത കഴിഞ്ഞു എന്നാണ് ഈ ലോകത്തെ പ്രമുഖമായ ഒരു ജനവിഭാഗം 21ാം നൂറ്റാണ്ടിലും കഴിഞ്ഞു മനസ്സിലാക്കുന്നത്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആലോചിക്കണം, ഞാനും അവനും ഇങ്ങനെ സ്വർഗത്തിൽ കയറുമെന്ന് മുഹമ്മദ് നബി. വേറെ ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ആല 3 ബനാത്തിൻ,
ഒരാള് 3 പെൺകുട്ടികളെ പോറ്റി വളർത്തി ഫഅദ്ദബഹുന്ന, അവർക്ക് അദബ് പഠിപ്പിച്ചു. വസവ്വജഹുന്ന, കഷ്ടപ്പെട്ട് അവരെ കെട്ടിച്ചു വിട്ടു. അഹ്സന ഇലൈഹിന്ന, അവർക്ക് നന്മ ചെയ്തു കൊടുത്താൽ ഫലഹുൽ ജന്ന, സ്വർഗ്ഗണ്ടുള്ള കാര്യം ഉറപ്പെന്ന് മുഹമ്മദ് നബി. അള്ളാഹു നമുക്കൊക്കെ ഇനി തൗഫീഖ് ചെയ്യട്ടെ. അബൂ ദാവൂദ്. ഇനി വേറെ ഹദീസ് ഇമാം തബറാനി രേഖപ്പെടുത്തിയത് അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി മൻ ആല സലാസ ബനാതിൻ ഔ മിസ്ലഹുന്ന മിനൽ അഖവാതി, 3 സ്വന്തം പെൺകുട്ടികളെയോ 3 സഹോദരിമാരെയോ പോറ്റി വളർത്തിയാൽ, ശ്രദ്ധിക്കണേ, പെൺകുട്ടികൾ മാത്രമല്ല, ഔ സലാസ ബനാതിൻ ഔ മിസ്ലഹുന്ന മിനൽ അഖവാതി, ഇവന്റെ കുട്ടികളല്ല, ഇവന്റെ പെങ്ങന്മാരാണ്, ഇവന്റെ ബാപ്പാന്റെ കുട്ടികളെ പോറ്റി വളർത്തിയാൽ നല്ല പോലെ ചിന്തിക്കണം ചെറുപ്പക്കാരെ, നല്ല പോലെ ചിന്തിക്കണം ചെറുപ്പക്കാരെ. ഈ പറഞ്ഞ കാര്യം നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ മക്കളുടെ സ്ഥാനത്തെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅദ്ദബഹുന്ന, എന്നിട്ട് ഈ പെങ്ങന്മാർക്ക് അദബ് പഠിപ്പിച്ചു. വസവ്വജഹുന്ന, അവരെ കെട്ടിച്ചു കൊടുത്തു. വറഹിമഹുന്ന, അങ്ങനെ അവർക്ക് റഹ്മത്ത് ചെയ്തു കൊടുത്താൽ ഔജബല്ലാഹു ലഹുൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു അവനെ വാജിബാക്കുമെന്ന് മുഹമ്മദ് നബി എന്ന്. ഫഖാല, അവർ ചോദിച്ചു, വസനത്തൈനി യാ റസൂലല്ലാഹ്, 3 പെൺകുട്ടികൾ 3 പെങ്ങന്മാർ 2 ആണെങ്കിലോ? ഫഖാല വസനത്തൈനി ലൗ ഖാലു വാഹിദതൻ ലഖാല വാഹിദ, 1 റസൂലുള്ള ചോദിച്ചിരുന്നെങ്കിൽ 1 റസൂലുള്ള പറയുമായിരുന്നു എന്ന് ഇമാം തബറാനി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ള പറഞ്ഞു, അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസാണ്. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വളരെ ചിന്തിക്കണം. പെൺകുട്ടികളെ പോറ്റി വളർത്തുക മാത്രമല്ല, പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്നവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് മുഹമ്മദ് നബി. ചിന്തിക്കണം. പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കണം, ആൺകുട്ടികൾക്ക് അവരെക്കാൾ പ്രാധാന്യം കൊടുക്കരുത്. ഇത് നല്ല പോലെ ചിന്തിക്കേണ്ട ഒരു കാര്യ. കെട്ടിക്കുന്ന നേരത്തൊക്കെ ഉള്ള കച്ചവടവും കാര്യമൊക്കെ വാപ്പാന്റെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു 4-5 കല്യാണം സൽക്കാരൊക്കെ പോയി വന്നു കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ അവിടെ ഏട്ടന്മാരും അഞ്ചന്മാരും ഒക്കെ അങ്ങനെ ഇരിക്കുന്നത് കാണും. പിന്നെ ഇവരെന്നോട്ട് കാണൂല്ല. പിന്നെ അവസാനം ബാപ്പ മരിച്ചിട്ട് ചെന്ന് നോക്കുമ്പോ മുതലൊക്കെ ആൺകുട്ടികളുടെ പേരിൽ ബാപ്പയാക്കിയിട്ടുണ്ടാവും. നല്ലോണം ആക്കിക്കോളി, വേഗം ആക്കിക്കോളൂ. അള്ളാന്റെ നരകണ്ട് കാത്തിങ്ങനെ ഇരിക്കണ്. അങ്ങനെയുള്ള ബാപ്പമാരെ എനിക്കറിയാം. ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങാടി കെട്ടിയാൽ അത് ആൺകുട്ടികളെ മേൽ എഴുതി വെക്കുകയും പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ബാപ്പാരെ എനിക്കറിയാം. നിങ്ങൾക്ക് നരകത്തിന്ന് കാല് വലിക്കാൻ കഴിയൂല. എന്തെങ്കിലും കൊടുക്കാഞ്ഞു പെൺകുട്ടിയാൾക്ക് കൊടുത്തത് ആരാൻ കൊണ്ടുപോകും? അന്യം കൊണ്ടുപോകും. അന്യന്റെ വീട്ടിലേക്ക് പോകുമെന്നത് കൊണ്ട് പെൺകുട്ടികൾക്ക് മുതൽ കൊടുക്കാതെ ആ മക്കളുടെ മേലിൽ മുതൽ ജീവിക്കുന്ന കാലത്ത് എഴുതി വെക്കുന്ന ആജ്യമാരെ, നിങ്ങൾ നരകവാസികൾ തന്നെയാണ്, നിങ്ങൾ നരകക്കാരാണ് ആജ്യമാരെ. നിങ്ങൾ എത്ര കുത്തിമറിഞ്ഞിട്ടും കാര്യമില്ല. ഹബീബായ റസൂലുള്ളാഹി നിങ്ങൾക്ക് എതിര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെടൂല ആജ്യമാരെ. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഭ്രൂണഹത്യയുടെ മറ്റൊരു ഭാഗമാണ്. പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും കൊടുത്ത് സമാധാനിപ്പിക്കുക, ബാപ്പാക്കുള്ള മുതൽ മുഴുവനും അവരെ പേരുണ്ട് എഴുതി വെക്കുക, അതിന് തൽക്കാലം അവരെയൊക്കെ ഇങ്ങോട്ട് പങ്കുകൂട്ടുക. തൽക്കാലം ബാപ്പ അങ്ങനെയാണ് കൂട്ടുക. തൽക്കാലം ബാപ്പാന്റെ ഒപ്പം ഇങ്ങനെ കച്ചവടത്തിൽ ഒരു ദിവസം ബാപ്പ ഇരുന്നതിനെ കച്ചവടത്തിൽ 4 ദിവസം അങ്ങനെ മകനാണ് പോവുക. പിന്നെ ബാപ്പ ഇവിടുന്ന് മാറിയിട്ട് മകനാണ്ട് ഇരിക്കുക. പിന്നെ അത് മുതൽ വാങ്ങേണ്ടതാവുക. മകളോ? മകൾക്കൊന്നുമില്ല. ഈ അവസ്ഥ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കണം. അതുപോലെ ഭാര്യക്ക് പകരം പഴയ ഭാര്യ പഴയതായപ്പോ പുതിയ പെണ്ണ് കെട്ടുക. എന്നിട്ടാ പുതിയ പെണ്ണിന്റെ പുത്തൻ പെണ്ണിനോ? വളരെ ചിന്തിക്കണം. മക്കൾക്കിടയിൽ സമത്വം പാലിക്കാത്തവർക്ക് നരകമാണെന്ന് മുഹമ്മദ് നബി. മക്കൾക്കെതിരിൽ സമത്വം പാലിച്ചിട്ടില്ലെങ്കിൽ നരകമാണ്. ഇത് വളരെ ചിന്തിക്കണം. ഇത് വല്ലാതുണ്ട്. പുതിയൊരു പെണ്ണൊക്കെ കെട്ടിപ്പോയാ പിന്നെ പഴയ പെണ്ണിനോട് ബന്ധമില്ല. അല്ലെങ്കിൽ പഴയ പെണ്ണ് മരിച്ചിട്ട് പുതിയ ഒരു കല്യാണം കഴിച്ചു, അതിലുണ്ടാകുന്ന കുട്ടികളോട് ബന്ധം പഴയ കാലത്തെ കുട്ടികളോട് ബന്ധമില്ലാതാവുക. അവര് വലിയതായാലും ചെറുതായാലും ബാപ്പമാരുടെ ലാളനക്ക് അവര് കൊതിക്കും. ബാപ്പയുടെ ലാളനയിലും ബാപ്പയുടെ സ്നേഹത്തിലും ബാപ്പയുടെ ധനത്തിലും എല്ലാവരും പങ്കാളികളാണ്. ഇത് വളരെ ചിന്തിക്കണം. ഇത്തരം ആളുകൾക്ക് നരകമാണെന്ന് മുഹമ്മദ് നബി. മുസ്തഫ നബി പറയുന്നുണ്ട്, യഫ്റഹു അഹദുക്കും ഇൻ കാന ലഹു ഹഖ്ഖും മിൻ അബീഹി. ബാപ്പാന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ, ബാപ്പാന്റെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ ബാപ്പാന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ മക്കൾ സന്തോഷിക്കുകയും ബാപ്പയിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി.
എന്താ ബാപ്പേന്ന് വിട്ടാനുള്ളത്? ബാപ്പാക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തല്ല, ബാപ്പാക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തും ഭക്ഷണം കൊടുത്തു അല്ല, ബാപ്പ ജീവിച്ചിരിക്കുന്ന മക്കളോട് അനീതി ചെയ്തു. സ്നേഹം രണ്ടാക്കി, അല്ലെങ്കിൽ ഭക്ഷണം രണ്ടാക്കി, അല്ലെങ്കിൽ 2 ഭാര്യമാരുള്ളവർ, അല്ലെങ്കിൽ പുതിയ കല്യാണം കഴിച്ചവര്, പുതുമോടിയിലേക്ക് പോയവര്, ഇങ്ങനെയൊക്കെയുള്ള ആജ്യമാര് നമ്മളെ നാട്ടിലുണ്ട്. നിസ്കരിക്കാൻ അവർ നിസ്കരിക്കും, ഒരല്ലാന്റെ ആളുകളായി നടക്കുകയും ചെയ്യും, പക്ഷേ അവർക്കൊന്നും ദീനില്ല. ഇത് നിങ്ങൾ ചിന്തിക്കണം. ദീനുണ്ടെങ്കിൽ എല്ലാവർക്കിടയിലുള്ള മിതത്വവും നീതിയുമാണ് പ്രധാനം. മക്കൾക്കിടയിലുള്ള നീതി പ്രത്യേകിച്ച് പെൺകുട്ടികളോട് കൂടുതൽ കാണിക്കണം. ഹബീബായ റസൂലുള്ള പറഞ്ഞത്, വീട്ടിൽ മിഠായി കൊണ്ടുവന്നാല് ആദ്യം ചെറിയ കുട്ടിയെ കൊടുക്കണം, പിന്നെ പെൺകുട്ടികൾ കൊടുക്കണം. ആദ്യം ഏറ്റവും ചെറിയ കുട്ടി കൊടുക്കണം, പിന്നെ പെൺകുട്ടികൾക്ക് കൊടുക്കണമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ചെറിയ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിക്ക് കൊടുക്കുക, പിന്നെയാണ് പിന്നെയാണ് ആൺകുട്ടിക്ക് കൊടുക്കേണ്ടത്. കാരണം അവൻ അവകാശിന്ന് ഓനറിയാം, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാൻ ഓനറിയാം. ഇത് സാധുവാണ്, അബലയാണ്, ചബലയാണ്. ഇത് നിങ്ങൾ ചിന്തിക്കണം. അത്ര വലിയ സ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യൂസിർ വലദഹു അലൈഹാ. ഒരാൾക്ക് പെൺകുട്ടി ഉണ്ടായിട്ട് ആൺകുട്ടിയെ അതിനേക്കാൾ തെരഞ്ഞെടുത്താൽ നരകമാണ്. ആൺകുട്ടിയെ തെരഞ്ഞെടുത്താൽ നരകമാണ്. ആൺകുട്ടിക്ക് പ്രാധാന്യം കൊടുത്തു, പെൺകുട്ടിയെ വിസ്മരിച്ചാൽ നരകമാണ്. എന്നാൽ പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഇതിവിടെ വേറൊരു വിഷയം കൂടി സാന്ദർഭികമായി പറയാണ്. പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോ കെട്ടിക്കാത്ത പെൺകുട്ടികൾ മാത്രമല്ല, കെട്ടിച്ചു പോയ പെൺകുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി വരിക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് കേട്ടോ. അഥവാ വിവാഹമോചിതയാവുക. ഇന്നലെ നമ്മൾ ചൊവ്വാദോഷത്തെ പറ്റി പറഞ്ഞതുപോലെ വിവാഹമോചിതയാവുക, അല്ലെങ്കിൽ ഭർത്താവ് ആക്സിഡന്റിലോ മറ്റോ മരണപ്പെട്ടു പോയാൽ പിന്നെ ആ വീട്ടിലെ മുഴുവനും ആ വീട്ടിലെ വേലക്കാരി തൂപ്പുകാരിയാവും ആര്? ഈ പെണ്ണ്. ആ വീട്ടിൽ ആ പെണ്ണിനുള്ള ആട്ടിനും തുപ്പിനും കണക്കുണ്ടാവില്ല. ഇതാരെ ഭാഗത്തുനിന്നുണ്ടാവുന്നറിയോ? ബാപ്പാരെയും ഉമ്മാരെയും ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവും. ആ കുട്ടി പെണ്ണിന് വല്ല മക്കളുണ്ടായാൽ ആ കുട്ടികളും ആ വീട്ടിൽ മോശപ്പെട്ട മക്കളായി മാറും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൻ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി വളരെ ശ്രദ്ധിക്കണേ. അലാ അദുല്ലുക്കും അലാ അഫ്ളലിസ് സ്വദഖ. ഏറ്റവും വലിയ സ്വദഖ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇബ്നതുക മർദൂദത്തുൻ ഇലൈക. നിന്റെ ഭാര്യ, നിന്റെ മകൾ നിന്നിലേക്ക് മടങ്ങി വരിക. ലൈസ ലഹാ കാസിബുൻ ഗൈറക. നീ അല്ലാതെ അവക്ക് ചെലവാക്കാൻ വേറെ ആരും ഇല്ലാതിരിക്കുക. അപ്പൊ അവൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സ്വദഖ എന്ന് മുഹമ്മദ് നബി. മനസ്സിലായ? ചെവി തുറന്നതെല്ലാവരും കേൾക്കണം. അപ്പോൾ പുറത്ത് കൊടുക്കല്ല വേണ്ടത്, ഇത് പെങ്ങന്മാർക്ക് കൊടുക്കണം, അതേപോലെ പെൺകുട്ടികൾക്ക് കൊടുക്കണം. അലാ അദുല്ലുക്കും അഫ്ളല സ്വദഖ. നിങ്ങൾ പറയ്, ആരാണ് മുഹമ്മദ് നബി? ഇതിനപ്പുറം എന്താ മനുഷ്യരെ മുഹമ്മദ് നബി ചെയ്യേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അലാ അദുല്ലുക്കും ബി അഫ്ളൽ സ്വദഖ. ഏറ്റവും വലിയ സ്വദഖ ഞാൻ പറഞ്ഞു തരാം. ഇബ്നതുക മർദൂദത്തുൻ ഇലൈക. നിന്റെ മകൾ നിന്നിലേക്ക് മടങ്ങി വരുമ്പോ ലൈസ ലഹാ കാസിബുൻ ഗൈറക. നീ അല്ലാതെ അവൾക്ക് ചെലവാക്കാൻ ആളില്ലെങ്കിൽ അവൾക്ക് നീ ചെലവാക്കുന്ന സ്വദഖയാണ് മറ്റേത് യതീംഖാനയിൽ കൊടുക്കലിനേക്കാളും വലിയ സ്വദഖയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ് സ്വഹീഹുൽ ബുഖാരി, ഈ ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഹദീസ് സ്വഹീഹുൽ ബുഖാരി. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി അസ്സാഇ അലൽ അർമിലതി. വിധവയുടെ മേൽ ആരെങ്കിലും അധ്വാനിച്ചാൽ, ഒരു വിധവയായ പെണ്ണിന് വേണ്ടി ആരെങ്കിലും അധ്വാനിച്ചാൽ, കസ്സാഇ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോകുന്നവനെ പോലെയാണ്. കൽ ഖായിമി ലാ യഫ്തുറു, തളരാത്ത നിസ്കാരക്കാരനെ പോലെയാണ്. കൽ ഖവസ്വകസ്സായിമി ലാ യുഫ്തിറു, തുറക്ക എക്കാലത്തും എല്ലാ ദിവസവും നോമ്പ് നോക്കുന്ന മുത്തഖിയെ പോലെയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ് കേട്ടോളൂ. അൻ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി. ഈ പെണ്ണിന് തന്നെ പ്രാധാന്യമുണ്ട്. അന വംറഅത്തുൻ സുഫആഉൽ ഖദ്ദൈൻ. ഭർത്താവ് മരിച്ചുപോയി കുട്ടികളെ പോറ്റുന്ന പെണ്ണും ഞാനും. സുഫആഉൽ ഖദ്ദൈൻ എന്ന് പറഞ്ഞാൽ കവിള് കറുത്തു പോകുന്ന പെണ്ണ്. അവളെ ഭർത്താവ് മരിച്ചുപോയി, അവൾക്ക് കുട്ടികളുണ്ട്, ആ കുട്ടികളെ പോറ്റുന്ന പെണ്ണ്. ഹബസത നഫ്സഹാ അലാ ബനാതിഹാ.
ഈ അലാമയതാമാഹ, കുട്ടികളെ പോറ്റുന്ന പെണ്ണാണ് അവൾ. വേറെ ഒരു കല്യാണം കഴിച്ചില്ല. ഈ കുട്ടികൾക്ക് വേണ്ടി കല്യാണം കഴിക്കാതിരുന്നാൽ ഹത്താ ബാനു ഔ മാതു, അങ്ങനെ കുട്ടികൾ വല്യാതാവുന്നത് വരെയോ മരിക്കുന്നവരെയോ പുനർവിവാഹം ചെയ്യാതെ കുട്ടികളുമായി മാത്രം നോക്കി നടക്കുന്ന വിധവകൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് നബി. ഞാനും അവരും തമ്മിൽ ഇപ്രകാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ. അപ്പൊ ചുരുക്കത്തിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകമായ പ്രാധാന്യം നൽകണമെന്നും ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം കുട്ടികളോട് കാണിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് എപ്പോഴും വാത്സല്യം നൽകണമെന്നാണ്. അത് ഏകദേശം 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള പീരീഡ് വളരെ ശക്തമായ വാത്സല്യത്തിന്റെ പീരീഡാണ്. അത് അവർക്കൊരു പ്രത്യേകമായ, അത് അവരുടെ ആത്മാവിന്റെ ജീവനാണ്. അതവരുടെ ആത്മാവിന്റെ ജീവനാണ്. ആ സമയത്ത് കിട്ടേണ്ടത് കിട്ടാത്ത കുട്ടികളുണ്ടല്ലോ, ഈ ചെറുപ്പകാലത്ത് കിട്ടേണ്ടത് കിട്ടാത്ത കുട്ടികളൊക്കെ നശിച്ചു പോകും. ഇന്ന് ഒരു നിലക്ക് അതിന് കാരണം ആധുനിക ഗൾഫാണ് എന്നത് വളരെ വിനയത്തോടെ ഞാനിവിടെ പറയുകയാണ്. ഗൾഫ് കുറച്ച് നന്മയും ഒരുപാട് തിന്മയും കൊണ്ടുവന്ന ഒരു സംഗതിയാണ്. ഗൾഫ് എല്ലാം നടത്തിയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ തല്ലുകൂടുന്ന പള്ളിയും ഉണ്ടാക്കി എന്നതും ശരിയാണ്. യതീംഖാന കൊണ്ടും പള്ളി കൊണ്ടും മനുഷ്യന്മാർ തല്ലുകൂടാൻ തുടങ്ങിയത് ഗൾഫിലൂടെയാണ് എന്ന് ഞാൻ കുറ്റം പറയുകയല്ല. ഞാനും ഒരിക്കൽ ഗൾഫിൽ പോയിട്ടുണ്ട്. പക്ഷേ കുറച്ചു നന്മയും ഒരുപാട് തിന്മയും കൊണ്ടുവന്നു എന്നതാണ് ഗൾഫിന്റെ നാശം എന്ന് വിനയത്തോടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ ഒന്ന് മടങ്ങി വരിക വാപ്പ. വാപ്പാന്റെ ലാളന മക്കൾക്ക് ഇല്ലാന്ന. അതിന് കാരണം എന്താണെന്നറിയോ സഹോദരങ്ങളെ? ഈ ഗൾഫിൽ അടിസ്ഥാനപരമായി നമ്മളെ പ്രേരിപ്പിച്ചത് നമ്മുടെ ഒരു തരം ഹിർസ, കൊതിയ, കിബ്ര. തൊട്ടടുത്ത വീട്ടുകാരന്റെ മേലെ എനിക്കാകണം എന്നുള്ള താല്പര്യ, അല്ലാതെ ഒന്നും അതിന്റെ പിന്നിലില്ല. നമ്മുടെ വല്ലിപ്പ ഗൾഫ്, എന്റെ വല്ലിപ്പ നിങ്ങളെ, എന്റെ വല്ലിപ്പാന്റെ കറാമത്ത് പറയല്ല, നിങ്ങളെ വല്ലിപ്പ അങ്ങനെ തന്നെ. ഗൾഫ് എന്ന ഒരു സാധനം, പേർഷ്യ എന്നൊരു പേര് വരെ നമ്മളെ വല്ലിപ്പാര് കേട്ടിട്ടില്ല. സുഗമമായി എന്റെ വല്യമ്മാനെ കല്യാണം കഴിച്ചിട്ട് ഒരു രാത്രി പോലും ഒന്ന് വിട്ടു നിന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുക. കാരണം എന്റെ ചെറുപ്പം കാലം മുതലേ ഞാൻ എന്റെ വല്യപ്പാനും ഒപ്പ കണ്ണ്. രാത്രിയൊക്കെ ഞാൻ വല്യമ്മാന്റെ അടുത്തിരുന്ന് കിടക്കുക. രാത്രി ഒരു 3 മണിക്ക് വല്യപ്പ എണീറ്റ് നിസ്കരിക്കും. എപ്പോഴെങ്കിലും ഒരു 3 മണിക്കൊക്കെ കണ്ണ് തുറന്ന് നോക്കിയാൽ വല്യപ്പയും വല്യമ്മയും ഇരുന്ന് വർത്താനം പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്യപ്പ നിസ്കരിക്കുന്നുണ്ടാവും. നിസ്കരിക്കുന്നിടത്തേക്ക് എന്തെങ്കിലും വെള്ളമോ മറ്റോ വല്യമ്മ കൊണ്ടുവരുന്നുണ്ടാവും. ഇത് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട വലിയൊരു കാര്യമാണ്. അവരെ ബന്ധം അങ്ങനെയായിരുന്നു. ഈ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചത് ഗൾഫാ. അതുകൊണ്ട് ഒരുപാട് നാശങ്ങൾ ഉണ്ടായി. ഒന്ന്, കുടുംബപരമായ ശുദ്ധി നഷ്ടപ്പെടുത്തി, വലിയ ഗണ്യമായ ശതമാനം ശുദ്ധി നഷ്ടപ്പെടുത്തി. ധനത്തിലും ശുദ്ധി നഷ്ടപ്പെടുത്തി. നമുക്ക് എന്താണെങ്കിലും ഫുലൂസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അമ്മൂട്ടിയാജിന്റെ മകൻ 2 മാസം കൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി എന്നാ പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്കുണ്ടാവണം. എന്താ ഇപ്പൊ പള്ളി കമ്മിറ്റിയിലും നമ്മളെയൊക്കെ എടുക്കാൻ പറ്റുമല്ലോ, എങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റാമെന്ന് ആലോചിക്കുക നമുക്കും. ഇതാണ് ഏകദേശം ഇങ്ങനെ ധനത്തിലുള്ള ഹലാല് ഹറാമൊക്കെ ഏകദേശം നോട്ടം നിന്നു. മുശ്രിക്കീങ്ങളുടെ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്ന പവിത്രത ആരാധനാലയങ്ങൾ നഷ്ടപ്പെടുത്തി. കഅബാലയം പുതുക്കി പണിതപ്പോ ആ കഅബാലയത്തിലേക്ക് ഹലാലിന്റെ പൈസ ഇല്ലാത്ത ഒരു പൈസയും കയറ്റരുത് എന്നൊരു നിബന്ധന അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളി ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അത് ഏത് കട്ടുകൊടുന്ന മുതലാണെങ്കിലും വേണ്ടില്ല, ആരെ കട്ടതാലും വേണ്ടില്ല, ഏതൊരുത്തനെയും കട്ടിട്ട് പള്ളിയും യതീംഖാനയും ഒക്കെ ഉണ്ടാക്കി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പള്ളി ഉണ്ടായി, യതീംഖാന ഉണ്ടായി, ഈ ഹറാമിന്റെ മുതൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായി, കുറ്റവാളികൾ ഉണ്ടായി. റമളാൻ മാസത്തിൽ പച്ചപ്പകല്, റമളാൻ മാസത്തിൽ അനുജത്തിന്റെ ഭർത്താവിന്റെ കൂടെ പോയ പെണ്ണിനെയാണ് പച്ചപ്പകല് ഒരുത്തൻ ബലാത്സംഗം ചെയ്ത് കൊന്നത്. മുസ്ലിം എന്നാ അവന്റെ പേര് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയില്ല, നിങ്ങൾ കണ്ടില്ലേ? ഇന്നലെയല്ലേ ആ വാർത്ത? അത് മിനിഞ്ഞാണോ? ഇന്നലെയാണ് ആ വാർത്ത. ഇന്നലെയാണ് ആ വാർത്ത. നോക്കൂ നിങ്ങളെ. എന്നിട്ട് നമ്മൾ പറയാ കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും വലിയ സമുദായം നമ്മളാണ്. എത്ര വലിയ അബദ്ധം! അത് തന്നെ. കാത്തിരുന്നോളൂ, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാ പിന്നീട്. കാത്തിരുന്നോളൂ. അഫ്ഗാനിലും പാകിസ്ഥാനിലും മാത്രമേ മരിക്കുള്ളൂ എന്നൊന്നും കരുതണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു റമളാൻ മാസത്തിലെ പച്ചപ്പകലിൽ
സ്വന്തം ഭാര്യയുടെ ജേഷ്ഠത്തിയെ തന്നെക്കാൾ എത്രയോ വയസ്സ് കൂടുതലുള്ള പെണ്ണിനെ വ്യഭിചരിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ മുസ്ലിം. ഇങ്ങനെയുള്ള തമ്മാടികളെ നിർമ്മിക്കപ്പെട്ടു. എന്തേ കാര്യമെന്നറിയോ? അടിസ്ഥാനപരമായ തെർബിയത്തും പരിലാളനയും ഉണ്ടായില്ല. ക്ഷുഭിത രാത്രിതൻ ഓവുചാലിൽ വ്യാജ പ്രവാചകരോടത്തു കബറയാടവെ ഭയത്തിൻ ഹിമപന്നികൾ മുക്രയിട്ടുണരുമ്പോൾ നമുക്ക് മുന്നിലൂടൊഴുകുമേ ചുവന്ന നദിയിൽ കുരിശുപോൽ തൂങ്ങിയാടുന്നു ജീവിതം. ബോധിച്ചുവട്ടിൽ ശുക്ലമഴ പെയ്യുന്നു, നീലജലത്തിലുയരും നീർക്കുമിളകൾ ആരുടെ ജീവിത പർവം. ജീവിതം തേടിപ്പോയ അച്ഛൻ അഗ്നിപൂത്ത തെരുവിൽ നഗ്നനാകുന്നു. കഴുകന്റെ കൊക്കിൽ ഞാൻ അപ്പം കിനാവ് കാണുന്നു. കാലവർഷം തുടങ്ങുന്നത് എന്റെ മേഘം തിങ്ങിയ മനസ്സിൽ നിന്നാണ്. നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എന്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്നാണ്. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് അബ്ദുസലാം എന്ന ഒരു കുട്ടിക്ക് സംസ്ഥാന യുവജനോത്സവത്തിൽ അവാർഡ് വാങ്ങിയ കവിതയാണിത്. അതും അത്ഭുതമാണ്. ആ കുട്ടിയുടെ പേര് അബ്ദുസലാം. ദാർശനിക കവിതയാ, മനോഹര കവിതയാ, ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഒരു +1 പഠിക്കുന്ന കുട്ടിയുടെ മനസ്സ് ക്ഷുഭിത രാത്രിതൻ ഓവുചാലിൽ. നോക്കൂ, ONVക്ക് പോലും അങ്ങനെ എഴുതാൻ കഴിയുമോ സംശയിക്കണം. ക്ഷുഭിത രാത്രിതൻ ഓവുചാലിൽ വ്യാജ പ്രവാചകരോടൊത്തു കാബറയാടവേ. 16കാരനായ എഴുതുന്നത്. ഭയത്തിൻ ഹിമപന്നികൾ മുക്രയിട്ടുണരുമ്പോൾ നമുക്ക് മുന്നിലൂടൊഴുകുമീ ചുവന്ന നദിയിൽ. ഈ ഒഴുകിപ്പോകുന്നതൊക്കെ മനുഷ്യന്റെ ചുവന്ന തെരുവിന്റെ ബാക്കിയാണെന്ന് ആ കുട്ടി പറയുന്നത്. നമുക്ക് മുന്നിലോടൊഴുകുമീ ചുവന്ന നദിയിൽ കുരിശുപോൽ തൂങ്ങിയാടുന്നു ജീവിതം. ബോധിച്ചുവട്ടിൽ ശുക്ലമഴ പെയ്യുന്നു. ബോധിച്ചുവട്ടനെന്നാൽ ശ്രീബുദ്ധൻ തപസ് ചെയ്ത വൃക്ഷമാണ് ബോധി. തപസ്സിന് പകരം ഇന്നവിടെ വ്യഭിചാരമാണെന്ന് പറയുന്നു. നീലജലത്തിലുയരും നീർക്കുമിളകളാരുടെ ജീവിത പർവം. എന്താ കുട്ടി എന്നിട്ട് കാരണം പറയുന്നുണ്ട്. ജീവിതം തേടിപ്പോയ അച്ഛൻ അഗ്നിപൂത്ത തെരുവിൽ, അഥവാ ചുവന്ന തെരുവ്, അഗ്നിപൂത്ത തെരുവിൽ നഗ്നനാവുന്നു. കഴുകന്റെ കൂർത്ത കൊക്കിൽ ഞാൻ അപ്പം കിനാവ് കാണുന്നു. കാലവർഷം തുടങ്ങുന്നത് എന്റെ മേഘം തിങ്ങിയ മനസ്സിൽ നിന്നാണ്. ഈ കുട്ടി വളർന്നു വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഈ കുട്ടി ആക്ഷേപിക്കുകയല്ല, ആധുനിക യുവത്വത്തിന്റെ ഇങ്ങനെയുള്ള മനസ്സ് മുസോളനിമാരെയും ഹിറ്റ്ലർമാരെയും അല്ലാതെ മറ്റാരെയാണ് സൃഷ്ടിക്കാനുള്ളത്? ആരെ സൃഷ്ടിക്കും? മൈക്ക് ടൈസന്മാരെ സൃഷ്ടിക്കും. പ്രപഞ്ചത്തോടും കാണുന്നതോടും വെള്ളക്കാര് തനിക്കെന്നോട് കാണിച്ച അനീതിയാണ് മൈക്ക് ടൈസൺ റിങ്ങിൽ പോലും എതിരാളിയുടെ ചെവി കവിടിച്ച് മുറിച്ചത് എന്നൊരിക്കൽ ടൈസൺ സമ്മതിക്കുകയുണ്ടായി. എനിക്ക് കാണുന്നവരോടൊക്കെ വെറുപ്പാന്നൊരിക്കൽ മൈക്ക് ടൈസൺ പറഞ്ഞു. കാലവർഷം തുടങ്ങുന്നത് എന്റെ മേഘം തിങ്ങിയ മനസ്സിൽ നിന്നാണ്. നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എന്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്നാണ്. കുട്ടി പറയാ, എന്റെ അമ്മ കരഞ്ഞിട്ടാണ് ഈ പുഴയൊക്കെ ഉണ്ടായി പോണത്. ഒരു കുട്ടി പറയാ, ചിന്തിക്ക്. ആരോ കെട്ടിയിട്ട് ഉമ്മാനെ കല്യാണം കഴിച്ച് ഉമ്മാന്റെ ഗർഭത്തിന്റെ വീർക്കുന്ന വയറ് കണ്ട് ഉപേക്ഷിച്ചു പോയ പിതാക്കന്മാർ. ഇതൊക്കെ നോക്കും നിങ്ങൾ. 1 കെട്ടും 10 കെട്ടും മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് എത്ര മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെ ഈ ജാതി കാടത്തങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ട് മനുഷ്യൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അംഗീകരിക്കണം. ഗൾഫുകാര് രാജ്യത്ത് വിശുദ്ധി നഷ്ടപ്പെടുത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഞാൻ ആക്ഷേപിക്കുകയല്ല. ലാളന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കണമെങ്കിൽ ലാളന ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി, ഉറക്കെ പറയ, ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് മുസ്തഫായ നബിയോട് പറഞ്ഞു, നബിയേ ഒരാൾ വന്നിട്ട് ഹബീബായ നബിയോട് പറയുകയാണ്, നബിയേ അതുഖബ്ബിലൂന സുബിയാനക്കും, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? മാ ഖബ്ബൽനാ, ഞങ്ങൾ ഇതുവരെയും ഞങ്ങളെ നാട്ടിൽ കുട്ടികളെ ചുംബിക്കാറില്ല. ഒരു സഹാബി
വന്നിട്ട് ഹബീബായ നബിയോട് ചോദിക്കുന്നു, മുസ്തഫായ റസൂലുള്ള ചോദിക്കുന്നത്, അവ അംലികുലകൻ അന്നസ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, കുട്ടികളെ ചുംബിക്കണില്ലെങ്കിൽ അള്ളാഹു നിന്റെ കൽബിന്ന് എടുത്തു കളയുന്ന റഹ്മത്ത് മടക്കി കൊണ്ടുവരാൻ എനിക്ക് കഴിയോ? അഥവാ കൽബിൽ റഹ്മത്ത് ഉണ്ടാവണമെങ്കിൽ കുട്ടികളെ ചുംബിക്കണമെന്ന് മുഹമ്മദ് നബി ഖബ്ബൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ ബിൻ അലി. നോക്കി, നിങ്ങൾ കുട്ടികളെ ഒരു മനുഷ്യനാക്കി വളർത്തുക. പരിലാളന വളരെ പ്രധാനമാണ്. ഇതാണോ ഉമ്മ പോക്കരാക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനത്തതാണ് സത്യത്തിൽ പലവാൻ. അങ്ങനെ ഉണ്ട്. ബാപ്പ എപ്പോഴെങ്കിലും ബാപ്പ രാവിലെ വീട്ടിൽ നിന്ന് പോവും. പോക്കറി എന്ന ഒരാൾക്ക് അങ്ങനെ പറയാറുണ്ട്. ഞങ്ങളെ കിഴക്കൻ ഏറനാട്ടിൽ അങ്ങനെ ഒരു ഫലിതുണ്ട്. പോക്കറി എന്ന ഒരാൾക്കൊരു കുട്ടി ഉണ്ടായി. പോക്കറി അതിരാവിലെ പണിക്ക് പോകും. കുട്ടി ഒരു 7 മണിക്ക് എണീക്കുള്ളൂ. അങ്ങനെ കുട്ടി രാത്രി ഒരു 8 മണിയാകുമ്പോൾ ഉറങ്ങും. ബാപ്പ ഒരു 11 മണിയായിട്ടേ വീട്ടിൽ വരുള്ളൂ. അങ്ങനെ കഴിഞ്ഞു കുറേ കാലം. പോക്കറിന്റെ മകനാണെന്ന് കുട്ടിക്കറിയാം. എന്നാ പോക്കർ ഇതുവരെയും കുട്ടി ശരിക്കും ബോധത്തോടുകൂടെ കണ്ടിട്ടില്ല. എന്തോ ഒരു ബന്ധുണ്ടായ ദിവസം പണിക്ക് പോയിട്ട് പണിയൊന്നും കിട്ടാതെ ബാപ്പ വന്നിട്ട് തളർന്നിട്ട് ആ പതിവ് ചര്യ നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ വൈഷമ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ ബാപ്പ മുറ്റത്തെ ഉമ്മരത്തെ തിണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുട്ടി മദ്രസ വിട്ട് കയറി വരിക. അപ്പൊ ഉടനെ അമ്മാനോട് ചോദിച്ചു, ഇതാ കാരണം ഈ കുട്ടിക്കറിയാം പോക്കര എന്നൊരാളുണ്ട്, ഞാൻ പോക്കര മകനാണ് എന്നറിയാം. അപ്പൊ ഇത് കുട്ടി ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇത് പോക്കര കുട്ടിയാണ്. ഇക്കാലം വരെ പോക്കര കണ്ടിട്ടില്ല ആ കുട്ടി. അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ കുട്ടിക്ക് മനസ്സിലായി ഇത് നമ്മളെ വീട്ടിൽ ഇത്ര ധൈര്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ഇത് പോക്കരന്നെ ആവുന്ന്. അപ്പൊ ചോദിച്ചു, ഇതാണോ അമ്മ പോക്കരാക്കാന്ന് ചോദിച്ചു. അങ്ങനെ ഒരു കഥ ഉണ്ട്. അത് കഥ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും സത്യത്തിൽ അതിൽ മെസ്സേജ് ഉണ്ട്. നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഇതാണോ അമ്മ പോക്കരാക്കുകളാവുകയാണ് ഒരു നിലക്ക് ഗൾഫുകാർ എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഞാൻ കുറ്റം പറയല്ല, വളരെ ചിന്തിക്കണം. ഗൾഫ് ഒരു കേവലമുള്ള ആയുസ് തീർക്കുന്ന ഒരു മാർഗമാക്കരുത്. പകരം അവിടെ അധ്വാനിക്കുന്നുവെങ്കിലും എത്രയും പെട്ടെന്ന് ഹലാലായ മാർഗത്തിൽ തൻ്റെ വീട്ടിൽ ചേരാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ തൻ്റെ വീട്ടിലൊരു മാർഗം ഉണ്ടാവാൻ റബ്ബിനോട് ദുആ ചെയ്യണം. നാടിലേക്ക് ബന്ധപ്പെടണം. മക്കളും അത് വലിയ ഒരു പീരിയഡാണ്. ഈ പീരിയഡ് എല്ലാം കഴിഞ്ഞിട്ട് പരോളിൽ വരുമ്പോൾ എല്ലാം കഴിഞ്ഞേക്ക് മക്കൾക്ക് 25 വയസ്സായിട്ട് കുൻസു അൻ കുൻസുഇ, ഇവിടെയൊക്കെ എല്ലാ ആ ഉപ്പുവെള്ളം പോക്കിക്കളഞ്ഞ മുടി കുൻസു അൻ കുൻസുഇ ആയിട്ട് മടങ്ങി വന്നിട്ട് കാര്യമില്ല. അത് വളരെ ചിന്തിക്കണം. ഇത് പരിലാളനയുടെ സമയ. കുട്ടികളെ ചുംബിക്കണം. ഹബീബായ നബി ചുംബിച്ചു. അഖ്റ ഇബ്നു ഹാബിസിന്റെ അരികിൽ വെച്ച് റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചപ്പോ അഖ്റ ഇബ്നു ഹാബിസ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നലി അശറത മിനൽ വലദി, എനിക്ക് 10 കുട്ടികളുണ്ടായിട്ട് മാ ഖബ്ബൽതു അഹദ, ഇതുവരെ ഒരാളെ ചുംബിച്ചിട്ടില്ല. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസാ. ഒരാളെ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല നബിയെ. ഫനദറ ഇലൈഹി, റസൂൽ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, മൻ ലാ യർഹമു ലാ യുർഹമു, കരുണ കാണിക്കാത്തവരോട് അല്ലാഹുവും കരുണ കാണിക്കുകയില്ല. മക്കളോട് കരുണ കാണിക്കണം. അൻ അലി ഇബ്നു മുറ ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളും യമീൻ കൂടി ഒരിക്കൽ യാത്ര പോയി. ഫഇദാ ഹുസൈനുൻ യൽഅബു ബിത്വരീഖി, വഴിയിലുണ്ട് ഹുസൈൻ കളിച്ചു നിൽക്കുന്നു. ഫഅസ്റ അൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാമൽ ഖൗമി, കുട്ടിയെ ഹുസൈൻ കളിക്കണ റസൂലുള്ളാഹി ഞങ്ങളെ മുന്നിൽ വേഗം നടന്നു. സുമ്മ ബസത യദൈഹി, എന്നിട്ട് ഈ കുട്ടിയിലേക്ക് കൈ ഇങ്ങനെ നീട്ടി. ഫജഅലൽ ഗുലാമു യഫിറു ഹാഹുനാ വഹാഹുനാ, കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. വയുലാഹിഖുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടിയെ റസൂലുള്ളാഹി ചിരിപ്പിക്കാനും തുടങ്ങി. ഹത്താ അഖദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅല ഇഹ്ദാ യദൈഹി ഫീ ദിഖ്നിഹി വൽഉഖ്റാ ഫീ റഅസിഹി, കുട്ടിയുടെ താടിയിലും തലയിലും കൈവച്ചിട്ട് ഹബീബ് പറഞ്ഞു, ഹുസൈനു മിന്നി, ഹുസൈനിന്റേതാണ്. മൻ അഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്, ഹുസൈനെ സ്നേഹിക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കുമെന്ന് മുഹമ്മദ് നബി. അഹ്ലുബൈത്തിന്റെ പിതാവാണ് ഹുസൈൻ എന്ന് കൂടി മനസ്സിലാക്കണം. ആരെങ്കിലും ഹുസൈനെ സ്നേഹിച്ചാൽ റളിയല്ലാഹു അൻ, അവനെ അല്ലാഹു സ്നേഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്നേഹവും വാത്സല്യവും ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇങ്ങനെ മുസ്തഫ റസൂലുള്ളാഹിക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത് ഭക്ഷണം കിട്ടിയാലും ഹബീബായ നബി ഏകം ഫനാവലഹു അസ്ഗറ മൻ യദീഹി മിനൽ വിൽദാൻ, വേഗം കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്പ്രദായം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ നന്നാവണമെങ്കിൽ കുട്ടികളെ പരിലാളിക്കേണ്ട സമയത്ത് പരിലാളിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികൾക്ക് വേണ്ടി എല്ലാ നേരത്തും പ്രാർത്ഥിക്കണം. കുട്ടികളോടുള്ള കടമയാണ് ഈ പറയുന്നത്. അള്ളാന്റെ ഖുർആൻ ഇമാമാക്കിയവരെ അള്ളാന്റെ ഖുർആൻ ഇവിടെ തെളിവ് പറയുകയാണ്. കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം.
ബാപ്പാർക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നത് ഒരു സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ ഊന്നി പറഞ്ഞതെങ്കിൽ മക്കൾക്ക് വേണ്ടി ബാപ്പമാര് പ്രാർത്ഥിക്കുന്ന കാര്യം എത്രയോ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനം. എപ്പോഴും മക്കൾക്ക് വേണ്ടി ബാപ്പ പ്രാർത്ഥിക്കണം. എപ്പോഴും. ഞാൻ ചില ഉദാഹരണം കാണിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിനാ വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം, സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ വചനം. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും ശിർക്കിനെ തൊട്ട് രക്ഷപ്പെടുത്തണമേ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിം 35-ാമത്തെ വചനം. വേറെ നോക്കൂ നിങ്ങൾ മക്കളെയും മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ച് പോരുന്ന സമയം സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ വചനം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഉ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ദുനിയാവ് ആഖിറൊക്കെ തേടുന്നുണ്ട് ആ ഒരു പ്രാർത്ഥനയിൽ. ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം മക്കൾക്ക് വേണ്ടി ബാപ്പയും ഉമ്മയും മക്കൾ നന്നാവണമെങ്കിൽ മക്കളുള്ള കടമയാ പറയുന്നത്. ഖുർആൻ പറഞ്ഞ കടമ. ബാപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതുപോരാ, എപ്പോഴും പ്രാർത്ഥിക്കണം. മക്കൾ നന്നാവാൻ പ്രാർത്ഥിക്കാൻ വേണം. എന്റെ കുട്ടികൾ നന്നാവണേന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഒരു കാര്യമാണിത്, ചെറിയ വിഷയമല്ല. ലോകത്തിന്റെ 2ാമത്തെ പിതാവല്ലേ സയ്യിദുനാ ഇബ്രാഹിം. മനുഷ്യലോകത്തിന് 2ാമത്തെ ഒരു പിതാവിനെ ലഭിച്ചതാ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ. അദ്ദേഹം അവിടുന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ മക്കളെ ഏൽപ്പിച്ചു പോരുന്ന നേരത്ത് പറയുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ വളരെ ചടുലമായി രേഖപ്പെടുത്തുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഉ ഇൻദ ബൈതികൽ മുഹറം. റബ്ബനാ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഏൽപ്പിച്ചത്? ലിയുഖീമുസ് സ്വലാഹ്, നിന്റെ കുട്ടികൾ നിസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ വേണ്ടിയാണ്. നിന്റെ കഅബാലയത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് നിന്റെ കുട്ടികൾ നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ്. ഫജ്അൽ അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം. ഇവിടെ ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാരെയും മനസ്സ് എന്റെ കുട്ടികളിലേക്ക് നീ ചായച്ചു കൊടുക്കണമേ. വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണല്ലോ മക്ക. ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. ലോകത്തെ ഏറ്റവും വലിയ വിപണിയാ മക്ക. വർസുഖ്ഹും മിനസ് സമറാത്തി. എല്ലാവര വക ഫലങ്ങളും അവർക്ക് നീ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അഥവാ ദുനിയാവും ആഗ്രഹിച്ചു ആഖിറവും. മനസ്സിലായില്ലേ? യുഖീമുസ് സ്വലാ, ആഖിറത്തിന് വേണ്ടി. വജഅല അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി എന്ന് സയ്യിദുനാ ഇബ്രാഹിം. ദുനിയാവും കൊടുക്കണേ, എപ്പോഴും പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ. ഇനി വേറൊരു മൊമെന്റ് പറയാ, ശ്രദ്ധിക്കുക. ഒരാളൊരു പള്ളി ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കും. അള്ളാഹുവിന് വേണ്ടി മൻ ബനാലില്ലാഹി മസ്ജിദൻ കവക്രിൽ അസ്ഫൂരി. ഒരു കിളിക്കിരിക്കാവുന്ന അത്ര പോന്ന ഒരു പള്ളി ഒരാൾ ഉണ്ടാക്കിയാലും അയാൾ ആ പള്ളിയെ പൂർത്തീകരിക്കുന്ന നേരത്തുള്ള പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. ആദ്യം ചെയ്ത അള്ളാഹുവിനെ സ്വീകരിക്കും. ഇത്ര ഒരു കിളി കൊണ്ട് ഉദ്ദേശം ഒരു ചെറിയ മനുഷ്യൻ അങ്ങോട്ട് കയറിയിട്ട് നിസ്കരിക്കാവുന്ന ഒരു പള്ളി എങ്ങനെ ഉണ്ടാവണം എന്നറിയോ? അപ്പുറത്തെ ആളുകളോട് മത്സരിക്കാനാകരുത്. എന്തിനു വേണ്ടി ആവണം? അള്ളാഹ്ക്ക് വേണ്ടിയാവണം. ആവശ്യമുള്ള പള്ളിയാവണം. ആവശ്യം ഉണ്ടാവോ ആവും. ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് അരമണിക്കൂർ മനുഷ്യന്മാർക്ക് മിണ്ടാൻ കഴിയാത്ത നാടുകളുണ്ട്. അങ്ങനെ ഉണ്ട്. ഈ പള്ളിയിലെ ബാങ്ക് ഇങ്ങനെ കൊടുത്തിട്ട് അത് തീരുമ്പോഴാണ് അടുത്ത പള്ളിയിൽ കൊടുക്കുക. അത് അങ്ങനെ കൊടുക്കുള്ളൂ. കാരണം എന്താ? എല്ലാവരുടെ പള്ളിയിലെ ബാങ്കും കേൾക്കണം. എൻ്റെ പള്ളിയിലത്തെ, നമ്മളെ പള്ളിയിലത്തെ ബാങ്ക് പ്രത്യേകം കേൾക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല പ്രഭാഷണത്തിന് പോയാൽ ചില അങ്ങാടിയിലൊക്കെ വലിയ സുഖമാണ്. എനിക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഒരു ഹാഫ് ടൈം കിട്ടും. കാരണം ബാങ്ക് തീരണമെങ്കിൽ 15 മിനിറ്റ് ആവും. എന്നാൽ മിക്കവാറും ബാങ്ക് 2 മിനിറ്റേ ഉള്ളൂ. അങ്ങനെയാണ് ബാങ്ക് തീരുമ്പോഴത്തിന്. കാരണം ഇവിടെയൊക്കെ ഉണ്ടാവും, ഈ പള്ളി ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ മുഴുവനും ബാങ്കിന് നമ്മൾ മിണ്ടാതെ എങ്ങനെ ഇരിക്കും. ഒരു 15 മിനിറ്റ് ഇന്നെപ്പോഴത്തെ ആളുകൾക്ക് അവിടെ വലിയൊരു സുഖമുണ്ട്. അങ്ങനെ ചില ഒരു ഹാഫ് ടൈം ലഭിക്കാറുണ്ട് ഈ പ്രസംഗത്തിനിടയിൽ. നാം ചിന്തിച്ചു, മനുഷ്യന്മാർ നാണുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കണം. ഈ വഹദത്തിന് വേണ്ടി ഏക ദൈവവും ഏക മതവും ഏക ഗ്രന്ഥവും ഏകനായ മുഹമ്മദ് നബിയും എല്ലാം ഒന്ന്, ഖിബ്ല ഒന്ന്, ഔദ്യോഗിക ഭാഷ ഒന്ന്, എല്ലാം ഒന്നായ മനുഷ്യരാണ് വിശ്വാസികളെ ഈ അള്ളാന്റെ പേരിൽ പോരടിക്കുന്ന സൊസൈറ്റിയായി മാറിയത്. എത്ര മ്ലേച്ഛമാണത്!
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അത്രയും പ്രധാനപ്പെട്ട സമയമാണ്. ഒരു പള്ളി അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ, ആ പള്ളിക്ക് ഉണ്ടാക്കിയ മനുഷ്യൻ അള്ളാഹിനോട് തേടിയാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. ബഹുമാനപ്പെട്ട എങ്കിൽ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയല്ലോ ആര്? സയ്യിദുനാ ഇബ്രാഹിം. ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം. പള്ളി പുതുക്കി പണിത് പണി പൂർത്തിയാകുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നറിയോ? ഒരു പ്രാർത്ഥന സ്വീകരിക്കുന്ന നേരത്തൊന്നും ആരെ മറക്കരുത്? മക്കളെ മറക്കരുത്. ഇതൊക്കെ മക്കളോട് കാണിക്കണ കടമ പറഞ്ഞ ഖുർആൻ നോക്കൂ. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. സൂറത്തുൽ ബഖറ 127 128 അല്ലാഹു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാഇദ് മിനൽ ബൈത്തി, കഅബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ നിന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് സ്വീകരിക്കണമേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടേയും ആളെയും മുസ്ലിമാക്കണമേ, ഞങ്ങളെ പോരാ. വമിൻ ദുർരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക, ഞങ്ങളെ മക്കളെ തലമുറകളെയും നിനക്ക് വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളാക്കണമേ എന്ന് തനിക്ക് ലഭിച്ച ഏറ്റവും അനർഘമായ മൂമെന്റിൽ നമ്മുടെ ബാപ്പയായ ഇബ്രാഹിം മക്കളെ മറന്നില്ല. വിശുദ്ധ ഖുർആൻ. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പൊ ഏത് വിഷയങ്ങളിലും പ്രാർത്ഥിക്കണം. മക്കളെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു പോയാലും പ്രാർത്ഥിക്കണം. ശരിക്കണേ, ചിലപ്പോ ബാപ്പാനോട് മക്കൾ അബദ്ധം ചെയ്യും, എന്നാലും മക്കൾക്ക് കുരുത്തക്കേട് കൊടുക്കലല്ല വാപ്പാന്റെ കടമ, പ്രാർത്ഥിക്കലാ. ബാക്കി കാര്യം ആരിലേൽപ്പിക്കുക? അള്ളാഹുവിലേൽപ്പിക്കുക. ശിക്ഷ കൊടുക്കേണ്ടത് അവനാണ്. ബാപ്പാന്റെ കടമ പ്രാർത്ഥിക്കലാണ്. ഞാനൊരു സംഭവം പറഞ്ഞുതരാ. മക്കൾ ബാപ്പാനെ വഞ്ചിച്ചു. ബാപ്പാന്റെ പ്രേമഭാജനമായ നബിയാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് പ്രേമഭാജനമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ്. ആ മകനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു, കൊന്നു, മരിച്ചു എന്ന് വന്നിട്ട് പറഞ്ഞു ബാപ്പാനെ വഞ്ചിച്ചു. ആര് മക്കൾ വഞ്ചിച്ചു? സയ്യിദുനാ യാഖൂബ്. നിങ്ങൾ ആലോചിക്കണം. എന്തെങ്കിലും തൽക്കാലം ഒരു ഗുളികക്ക് പഴക്കുമ്പോഴത്തിന് മക്കളെ ശപിക്കുന്ന വാപ്പാരും ഇവിടെ ചിന്തിക്കണം. നാളെ നമുക്ക് വാപ്പാന്റെ അടുത്തേക്ക് കയറാനുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ഇതും വേണല്ലോ ആലോചിക്ക. ഖുർആന് പഠിപ്പിച്ചത് ശാപത്തിന്റെ വാപ്പയല്ല. ബാപ്പാന്റെ കരഞ്ഞ് കണ്ണുപോയി. അങ്ങനെ കരഞ്ഞു ആര്? ഇബ്രാഹിം അല്ല, ആര്? യാഖൂബ് അലൈഹിസ്സലാം. അക്കോലം വഞ്ചിച്ചു. എല്ലാം കഴിഞ്ഞ് മക്കള് ബോധ്യപ്പെട്ടപ്പോ യാ അബതി ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ബാപ്പ ഞങ്ങൾക്ക് പേച്ചിരുന്നു എന്ന് മക്കൾ പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞു സൗഫ അസ്തഗ്ഫിർ ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്റെ കണ്ണൊക്കെ പോകുന്ന കോലത്തിൽ നിങ്ങൾ എന്നെ വഞ്ചിച്ചു, എന്നാലും മക്കളെ എങ്ങൾക്ക് പുറത്തരാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക. റബ്ബിനോടല്ല അപരാധം ചെയ്ത് ബാപ്പാനോട്. ബാപ്പാന്റെ കടമുണ്ടല്ലോ, ശപിക്കാൻ വേണ്ടിയിട്ട് മാത്രം എണീക്കണ ബാപ്പാരുണ്ട്. അതും പറയണല്ലോ കൂട്ടത്തില് എന്ന് കരുതിയാണ്. ചിന്തിക്കണം. ഇനി എന്താണെങ്കിലും ബാപ്പ തന്നെ. എന്റെ ബാപ്പ അങ്ങനത്തെ ഒരു ബാപ്പ അല്ലല്ലോ എന്നാരും വിചാരിക്കണ്ടോ. ചിലപ്പോ ഇങ്ങനെ ഇരിക്കും, ആലോചിക്കും നമുക്ക് അങ്ങനത്തെ ഒരു ബാപ്പാനെ കിട്ടിയിട്ടില്ല. അത് തൗഫീഖാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു മകനെ കിട്ടിയാലോ, കൻആൻ. അങ്ങനെയാണ്. ഇപ്പുറത്തും കിട്ടി, സാമിനെ കിട്ടി. കൻആനെ മോശമായി കിട്ടി, സാമിനെ നല്ല ആളായിട്ടും കിട്ടി. അതൊക്കെ ഖദറാണ്. അതിലൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഏതായാലും ബാപ്പാന്റെ കടമയാണ്. ബാപ്പ എന്ന് പറഞ്ഞാൽ വാങ്ങി വെക്കുന്ന ആള് മാത്രമാണ് എന്ന് മനസ്സിലാക്കണ്ട. ബാപ്പ എന്നാൽ ഒരു പോസ്റ്റ് പൊട്ടി പോലെ എല്ലാം അതിൽ കൊണ്ടുപോയി ഇടുക, അതൊന്നും ഇങ്ങോട്ടില്ല എന്ന് വിചാരിക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാധ്യതയുണ്ട്. അങ്ങനെ സമർത്ഥമായ രൂപത്തിലാണ് അല്ലാഹു ഇസ്ലാമിക സൊസൈറ്റി. എല്ലാം റബ്ബിന്റെ അടിമയാണ്. ഇനി ബാപ്പാന്റെ മകനാണെങ്കിൽ ബാപ്പാന്റെതല്ലല്ലോ, നുത്ഫത്ത് റബ്ബിന്റെതാണ്. അല്ലാഹുവാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു. നുത്ഫത്തിൽ നിന്ന് മക്കളെ പടക്കാൻ ബാപ്പാക്ക് കഴിയില്ല. നുത്ഫത്തുള്ള ബാപ്പാരുണ്ടല്ലോ, മക്കളില്ലാതെ ആണുങ്ങളായി നടക്കുന്ന കാലം വരെ ബാപ്പയായിട്ടില്ല. എന്തേ? പടക്കാനുള്ള കഴിച്ച് ബാപ്പാക്ക് ഇല്ല.
അപ്പൊ ബാപ്പയും അള്ളാന്റെ അടിമയാണ്, മക്കളും അള്ളാന്റെ അടിമയാണ്. ബാപ്പാക്ക് അതുല്യമായ പ്രാധാന്യമുണ്ട്, നാളെ പറയും. പക്ഷേ ബാപ്പമാര് ചിന്തിക്കണം, മക്കളെ ശപിക്കുകയല്ല വേണ്ടത്. എന്റെ മക്കൾ വന്നിട്ട് പറഞ്ഞു, ബാപ്പ ഞങ്ങൾ തെറ്റാ ചെയ്തത്. ഉടനെ ബാപ്പ പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതുകൊണ്ടാണ് വല്ലദീന യഖൂലൂൻ, നോക്കൂ നിങ്ങൾ ഒരിക്കണ്ടില്ല, വല്ലദീന യഖൂലൂൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് പറയും? റബ്ബനാ ഹബ് ലനാ. വല്ലദീന ഖാലൂൻ അല്ല, ഒരിക്കൽ പറഞ്ഞവരുന്നല്ല. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ റബ്ബേ എന്ന് പറയുക. കാരണം മക്കളുണ്ടായാലേ, അവസാനിപ്പിക്കാണ് ഒരൊറ്റ സംഭവം പറയാ. ഇന്നത്തെ മുഴുവനും പ്രസംഗത്തിന്റെ മെസ്സേജ് പറയുകയാണ് ഞാൻ. ഭാര്യമാര് പ്രസവിക്കുന്നത് മുഴുവനും കൂടി മക്കളായി ഖുർആൻ അംഗീകരിക്കുന്നില്ല. മക്കളൊക്കെ തന്നെ, പക്ഷേ മക്കളല്ല, മക്കളല്ല. അങ്ങനെയാണ്. സ്വാലിഹ് മാത്രമേ സ്വാലിഹിന്റെ യഥാർത്ഥ അഹ്ലാവുകയുള്ളൂ. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാ, നിങ്ങളൊക്കെ ചെവി തുറന്ന് കേൾക്കണം. ഇന്നിപ്പോ നമ്മളെ ശൈലി എങ്ങനെയെന്നറിയോ? ഭാര്യ വയറും വീർപ്പിച്ചിട്ട് ആശുപത്രിക്കാണ് പോയി. മടങ്ങി വന്നപ്പോ അവളെ കയ്യില് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് തമ്മാടിയായി വളർന്നാലും അത് നിന്റെ കുട്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനു വേണ്ടി നമ്മൾ ഏത് തമ്മാടിത്തരം ചെയ്യുന്നു? മകനും പള്ളി കമ്മിറ്റിയും തെറ്റിയാൽ നമ്മൾ പള്ളി കമ്മിറ്റിനൊപ്പം നിൽക്കൂല, നമ്മൾ മാന്റെ ഒപ്പം നിൽക്കും. മകൻ ഫാസിക്കായാൽ ബാപ്പ ഫാസിക്കിന് ചാരി നിൽക്കും. മകൻ മുബ്തദി ആയാൽ ബാപ്പ മുബ്തദിന് ചാരി നിൽക്കും. മകൻ ഏത് കക്ഷിയാണോ അതിലാണ് ചാരി നിൽക്കും. എന്റെ ചോരയാണ്, ആ ചോര നരകത്തിലേക്കാണ്. ഇത് ഇന്റെ വകയല്ല, വിശുദ്ധ ഖുർആൻ. ഒരിക്കൽ ഇതേപോലെ ഒരു ബാപ്പാക്ക് ചെറിയ വിഷമുണ്ടായി. ഒരു ബാപ്പാക്ക്. ആരാ ബാപ്പാന്നറിയോ? സയ്യിദുനാ നൂഹ്. ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. സൂറത്ത് ഹൂദ്. നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കൽ വാപ്പാക്ക് ചെറിയ ഒരു അബദ്ധം ഒരു വാപ്പാക്ക് കുടുങ്ങി. അത് ചെറിയ വാപ്പയൊന്നും അല്ലായിരുന്നു, വലിയ വാപ്പ. ആരാ വലിയ വാപ്പാന്നറിയോ? സയ്യിദുനാ നൂഹ്, ശൈഖുൽ അംബിയാ സയ്യിദുനാ നൂഹ്, ലോകത്തെ ആദ്യത്തെ റസൂലായ സയ്യിദുനാ നൂഹ്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. രാവും പകലും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച സയ്യിദുനാ നൂഹ്. എല്ലാം കഴിഞ്ഞു. ഒരു മകൻ വലിയ ദുർവൃത്തനായ തമ്മാടി ഉണ്ടായിരുന്നു. വളരെ ചിന്തിക്കണം. ഭാര്യ കൊണ്ടുവന്ന ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ മക്കളാക്കിയിട്ട് അവരെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, എന്നിട്ട് ഫാസിഖായി നരകത്തിൽ പോകാൻ നിൽക്കുന്ന ബാപ്പമാര്, വാത്സല്യം കൊണ്ട് നരകത്തിൽ കയറാൻ നിൽക്കുന്ന ബാപ്പമാര് കൂടി ഇത് ചിന്തിക്കണം. വാത്സല്യമൊക്കെ ശരിയാ, പക്ഷേ വാത്സല്യം ആതിരി കവിയരുത്. قل إن كان آباؤكم وأبناؤكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. തമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല എന്നൊരു ആയത്ത് പറയുന്നുണ്ട്. ആരാ ഈ ആയത്ത് പറഞ്ഞ തമ്മാടി? കള്ളുടിയനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ തമ്മാടി ആരാന്നറിയോ? അള്ളാഹുവിനെക്കാളും റസൂലിനെക്കാളും ബാപ്പയെ സ്നേഹിച്ചവനെ പറ്റി പറഞ്ഞത്. ഖുൽ ഇൻ കാന ആബാഉക്കും, ഒരുത്തന്റെ ബാപ്പ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, ബാപ്പാനും ഉമ്മാനും സ്നേഹിക്കണം എന്ന് പറഞ്ഞ അതേ ഖുർആനാണ് മക്കളെ കുലിൻഖാൻ ആബാവുക്കും ആബിനാവുക്കും മക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതേ ഖുർആനാണ് എന്ത് പറഞ്ഞതെന്നറിയോ? അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും ബാപ്പാനോടും മക്കളോടും സ്നേഹമായാൽ വല്ലാഹു, നിങ്ങൾ അള്ളാഹിന്റെ ശിക്ഷ കാത്തോളൂ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അത്തരം തമ്മാടികൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകൂല. ആരവിടെ തമ്മാടി? കള്ളൂടി ഇവിടെ പറഞ്ഞോ? വ്യഭിചാരം ഇവിടെ പറഞ്ഞോ? ആരാ ഇവിടെ ഫാസിഖ്? ആരാ ഇവിടുത്തെ ഫാസിഖാരാ? ആരാ ഇവിടുത്തെ ഫാസിഖ്? അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും ബാപ്പയെ സ്നേഹിച്ചവനെ ഫാസിഖ് എന്ന് വിശുദ്ധ ഖുർആൻ. പിന്നെണ്ടോ മക്കൾ? അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും
അള്ളാഹിനെക്കാളും അള്ളാഹ് റസൂലിനേക്കാളും ബാപ്പയെ സ്നേഹിച്ചവനവരെ ഫാസിഖ് എന്നാ ഖുർആൻ പറഞ്ഞു. കേവലം ഫാസിഖല്ല, ലാ യഹ്ദി, ഒരു കാലത്തും ഹിദായത്ത് കിട്ടാത്ത ഫാസിഖ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ചിന്തിക്കണം ചെറുപ്പക്കാര്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറി, കപ്പലുണ്ടാക്കി കയറി. എന്നിട്ട് കപ്പലിൽ നോക്കുമ്പോൾ ദൂരെ ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് നൂഹ് നബി കണ്ടു. സൂറത്ത് ഹൂദ് 42 മുതൽ 46 വരെ കുറെ ദൂരെ ഒരു മനുഷ്യൻ ഇങ്ങനെ മുങ്ങിപ്പോകുന്നത് കണ്ടു. അപ്പൊ നൂഹ് നബി ഇങ്ങനെ വക്കാനഫി മഅസിൽ, കുറെ ദൂരെ ഇരുന്നു മകൻ വേഗം വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യർകം മഅന വലാ തകും മഅൽ കാഫിരീൻ. മോനെ മോനെ, യാ ബുനയ്യർകം മഅന, അങ്ങോട്ട് കേറ് മോനെ, വലാ തകും മഅൽ കാഫിരീൻ, തമ്മാടികളോടുകൂടെ ഇന്ന് നീ നശിച്ചു പോകരുത്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ പ്രതീക്ഷയ്ക്ക് കാരണം എന്താണെന്നറിയോ? നിന്റെ കുടുംബത്തിനെ ഒരിക്കലും ഞാൻ നശിപ്പിക്കൂല എന്ന് നൂഹ് നബിയോട് അല്ലാഹു തആല കരാർ കൊടുത്തിട്ടാണ് തൂഫാൻ തുടങ്ങിയിട്ടുള്ളത്. അതാ ഇതിലെ വലിയ വിഷയം, ഇമ്പോർട്ടന്റ്. അങ്ങനെയാ അല്ലാഹു തആല കരാർ ചെയ്തിരുന്നു. ആരോട്? വളരെ ചിന്തിക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞതിനെ മൊത്തം ഒന്നായിട്ട് ടോട്ടലൈസ് ചെയ്യുക. കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഡെഫിനിഷനാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് ഒരു സ്വാലിഹിന്റെ, ഒരു മുഅ്മിനിന്റെ കുടുംബം ആരാന്ന് പറയാ? നൂഹ് നബിക്ക് അള്ളാഹു പറഞ്ഞത് നൂഹ് നബിയോട്, ലഖദ് വഅതുക ബിനജാതി അഹ്ലിക, നിങ്ങളെ അഹ്ലിനെ, കുടുംബത്തിനെ ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് നൂഹ് നബിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സന്തോഷാവും ചെയ്തു. മകൻ അങ്ങനെ കണ്ടപ്പോ നൂഹ് നബിക്ക് പ്രതീക്ഷ ഉണ്ട്, എന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തി തരാമെന്ന് അള്ളാഹു തആല പറഞ്ഞതുകൊണ്ട് ഈ മകൻ ഏതായാലും ഇതിൽ കേറും. അതുകൊണ്ട് മോനെ ഇർകം മഅന, അങ്ങോട്ട് കേറിപ്പോര്, വലാ തകും മഅൽ കാഫിരീൻ. മകനുണ്ടോ? ബാപ്പാക്ക് മകനോടുള്ള വാത്സല്യം മകന് ബാപ്പാനോടുണ്ടാവില്ല. സ്നേഹം വെള്ളത്തെ പോലെ അത് താഴത്തേക്ക് ഒഴുകുക. വെള്ളം തന്നെയാണല്ലോ, ഇങ്ങനെ പോവയ്യ. എന്റെ വാപ്പാക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് എന്റെ വാപ്പാനോട് ഉണ്ടാവില്ല. നേച്ചർ അങ്ങനെയാണ്. എനിക്കങ്ങോട്ടോ ഇത് വെള്ളം തന്നെയല്ലേ, ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഒഴുകുക തന്നെയാണ്. എല്ലാം ഒഴുകിയ അയാളിൽ നിന്ന് ഒഴുകിയതാണ്. അപ്പൊ സ്നേഹം അങ്ങോട്ട് ഒഴുകിയ. പിന്നെ ബാപ്പയിലേക്ക് സ്നേഹം അങ്ങോട്ട് കയറണമെങ്കിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അടിച്ച് കയറ്റേണ്ടി വരും. കുറച്ച് കഷ്ടമുണ്ട് ബാപ്പയിലേക്ക് സ്നേഹം കയറാൻ. മകളിലേക്ക് അങ്ങനെ. അതുകൊണ്ട് മക്കളെ ഖുർആനില് ബാപ്പാനെ സ്നേഹിക്കുന്നു കടുത്ത ഭാഷ പറഞ്ഞു, മക്കളെ സ്നേഹിക്കുന്നു ആ കടുത്ത ഭാഷ പറഞ്ഞിട്ടില്ല. കാരണം മക്കൾ മനുഷ്യൻ നേച്ചറായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും ഈ സ്നേഹം മകനോട് ബാപ്പാക്കുണ്ട്. ഇങ്ങോട്ട് കേറു മോനെ എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, സആവീലാ ജബലി യഅസിമുനി മിനൽ മാ ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം വഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ പറഞ്ഞു, സആവീലാ ജബലി, ബാപ്പ നിങ്ങൾ ഇന്റെ കാര്യം നോക്കണ്ട, ഞാനും നിങ്ങൾ രണ്ട് കക്ഷിയാ. മകനാ പോരണ്ട്. സആവി ഇലാ ജബലിൻ, ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക്. ഏതെങ്കിലും പർവ്വതം മുന്നിലില്ല. പർവ്വതം മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇലൽ ജബലി എന്നാ പറയാ. ഈ പർവ്വതത്തിലേക്കാ ഞാൻ എത്താൻ. അവന്റെ മുന്നിൽ ഒരു പർവ്വതമൊന്നുമില്ല. ഇലാ ജബലിൻ. പക്ഷെ ഈ മസിലിന് പവർ ഉണ്ട്. ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്കൊക്കെ എവിടെയെങ്കിലും വെള്ളെത്താത്ത പർവ്വതം ഉണ്ടാവും. സആവി ഇലാ ജബലിൻ, ഞാൻ തുഴഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് എത്തിക്കൊള്ളും. യഅസിമുനി മിനൽ മാ, ആ പർവ്വതം എന്നെ രക്ഷപ്പെടുത്തും. എന്റെ കാര്യങ്ങൾ നോക്കണ്ട എന്ന് ബാപ്പാനോട് പറഞ്ഞു. ബാപ്പ പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, ഇന്നൊരാൾക്കും രക്ഷയില്ല ഇല്ലാ മൻ റഹിം, അള്ളാഹിന്റെ റഹ്മത്തിന്റെ പേടകത്തിൽ കയറിയാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇങ്ങോട്ട് കയറ്. വഹാല ബൈനഹുമൽ മൗജു, രണ്ടാളും സംസാരിച്ചു കൊണ്ടിരിക്കവേ തിരമാല മറയായി തീരുകയും ഫകാന മിനൽ മുഗ്റഖീന, മകൻ മുങ്ങൻ മരിക്കുകയും ചെയ്തു. സ്വാഭാവികമായ ഒരു വിഷമം ഉണ്ടായി. ആർക്ക്? നൂഹ് നബിക്ക്. ആരോട്? അള്ളാഹിനോടല്ലേ ഒരു വിഷമം ചെറുത്. കാരണം അള്ളാഹു ഇവിടെ വാക്ക് പാലിച്ചോല്ലേ എന്നൊരു സംശയം. അതന്നെ അടുത്ത ആയത്തും. ആ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആയത്ത് സംഭാഷണം തുടങ്ങുമ്പോൾ ആയത്ത് എന്താ പറയുന്നറിയോ? വനദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് നബി അള്ളാഹിനോട് പറഞ്ഞു, വനാദാ നൂഹുൻ റബ്ബഹു, നൂഹ് നബി റബ്ബിനെ വിളിച്ചു. ഫഖാല, എന്നിട്ട് കപ്പലിറങ്ങി കഴിഞ്ഞപ്പോ നൂഹ് നബി റബ്ബിനെ വിളിച്ചു പറഞ്ഞു. വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല, എന്നിട്ട് നൂഹ് നബി പറഞ്ഞു, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, റബ്ബേ എന്റെ മകൻ
എന്റെ കുടുംബല്ലേ, ഇത് ഏത് നാടന്മാർക്ക് പോലും അറിയുന്ന വിഷയമല്ലേ, എന്റെ മകന്റെ കുടുംബാണ്. നീ ഒരു കരാർ ചെയ്താൽ അത് സത്യമാവണ്ടേ. നീ ഒരു സാധാരണക്കാരനാണെങ്കിൽ സാരല്ല, അവൻ മറന്നതാന്ന് വിചാരിക്കുക. എന്നോട് കരാർ ചെയ്തല്ലേ, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരാമെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ. ഇപ്പൊ നീ എന്റെ കണ്ണിന്റെ മുന്നിലിട്ട് എന്റെ കുടുംബത്തിലെ പ്രധാനിയെ നീ കൊന്നുകളഞ്ഞല്ലോ റബ്ബേ. ഇവിടെ കരാർ ലംഘിച്ചത് അള്ളാഹുവായ നീയാണ്. നീ തന്നെ കരാർ ലംഘിച്ചിട്ട് വേറുള്ളവരോട് കരാർ പുലർത്തു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നീ ഒരു കരാർ ചെയ്താൽ അത് സത്യമാകണ്ടേ. നീ രാജാതിരാജനല്ലേ, നീതിമാനല്ലേ, നീ എങ്ങനെ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. ആര്? നൂഹ് നബി. അതിന് പറയുന്ന മറുപടിയാണ് നൂഹ് നബിയോട് അള്ളാഹു പറഞ്ഞ ഏറ്റവും പരുഷമായ വാക്ക്. ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം ഇന്നി അഅലുക അൻ തകൂന മിനൽ ജാഹിലീൻ. ഈ ആയത്തിന്റെ രസം എന്താണെന്നറിയോ? ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികൾ മുഴുവൻ നമ്മളതാന്ന് പറഞ്ഞാൽ ജാഹിലാവുന്ന അതിന്റെ അർത്ഥം. ഇതതിന്റെ അർത്ഥം. ഖാല അല്ലാഹു പറഞ്ഞു യാ നൂഹ്, നൂഹേ മിണ്ടാതിരിക്കണം. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബമേ അല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, സാലിഹ് അല്ലാത്ത തമ്മാടിത്തരം ചെയ്ത് നടക്കുന്നവൻ സാലിഹായ നിങ്ങൾക്ക് എങ്ങനെ കുടുംബമാകും? കാഫിറും കാഫിറും, ഫാസിഖും ഫാസിഖും, മൂമിനും മൂമിനും, അങ്ങനെയല്ലേ കുടുംബം? മുഅ്മിൻ മുഅ്മിനിന്റെ കുടുംബമാണ്, കാഫിർ കാഫിറിന്റെ കുടുംബമാണ്, ഫാസിഖ് ഫാസിഖിന്റെ കുടുംബമാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ചിന്തിക്ക്. അള്ളാന്റെ ഖുർആനിൽ കുടുംബത്തിന്റെ ബേസ് പറഞ്ഞ എത്രയും ജനകീയമായ ആയത്ത് ഇതാണെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ഞാൻ മനസ്സിലാക്കും. ഇന്നഹു, അള്ളാഹുക്ക് എങ്ങനെ പറയായിരുന്നു, നിങ്ങളെ കുടുംബമൊക്കെ തന്നെയാണ്, പക്ഷെ അയാളെ രക്ഷപ്പെടുത്താൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു കൂട്ടത്തെ പറയുമ്പോൾ ഒരാളെയൊക്കെ ഒഴിവാക്കുമല്ലോ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയല്ല പറഞ്ഞത്. യാ നൂഹ്, നൂഹ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അയാൾ നിങ്ങളെ കുടുംബേ അല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ഇതിന്റെ മാനം അങ്ങോട്ട് വെക്കി. എല്ലാവരും ഇവിടുന്ന് എണീറ്റ് പോവുകയാണ്. എണീറ്റ് പോണതിന് 12 ഷാർപ്പിന് എണീക്കും നമ്മൾ. എണീക്കണതിന് മുമ്പ് ചിന്തിക്ക്, എണീക്കണ മുമ്പ് ചിന്തിക്ക്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ സ്വാലിഹാകണമെ ആണെങ്കിൽ, നമ്മളെ മക്കൾ നമ്മളെ കുടുംബമാവണമെങ്കിൽ, ഇങ്ങോട്ട് പറഞ്ഞേക്കും അവർ സ്വാലിഹാകണമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, വിവരല്ലാതെ എന്തെങ്കിലും പറയരുത്. ആരോടാ പറയുന്നറിയോ? നൂഹ് നബിയോട്. ഇന്നി അഅലുക, ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്, അൻ തകൂന മിനൽ ജാഹിലീന, നിങ്ങൾ ജാഹിലീങ്ങളെ പോലെ സംസാരിക്കരുത്, നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. എന്റെ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുട്ടിയെ എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞത് ജാഹിലിന്റെ വാക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. സൂറത്ത് ഹൂദ്, വിശുദ്ധ ഖുർആൻ. ഞാൻ ഇന്നത്തെ ആയത്തിന്റെ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ചിന്തിക്കുക. കുടുംബത്തെ സ്വാലിഹാക്കുക എന്ന ബാധ്യത അവരവർക്കുണ്ട്. നാളെ അതിന്റെ അടുത്ത വഴികൾ നമ്മൾ പരിശോധിക്കും. ബാപ്പാരുള്ള കടമയും ആ കേസറ്റിൽ കയറും. ഇന്ന് വളരെ പ്രധാനമാണ്. ഒരു സമയം പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. അള്ളാഹിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നാഫിയായ ഇൽമിനെ തെരുമാറാകട്ടെ. നിങ്ങളെ മക്കളെ സ്വാലിഹാക്കണമേ അല്ലാഹ്, ഖുർആന്റെ ഖാദിമാക്കണമേ അല്ലാഹ്.